നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലേറ്റ തിരിച്ചടിക്ക് കണക്ക് തീർക്കാൻ ടീം ഇന്ത്യ പടയൊരുക്കം തുടങ്ങി. 5 T20കളുടെ പരമ്പരയ്ക്ക് ബുധനാഴ്ച കാൻബറയിൽ തുടക്കമാവുകയാണ്. ജയത്തോടെ തന്നെ 5 T20കളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഏഷ്യ കപ്പിൽ അപരാജിത കുതിപ്പ് നടത്തി കിരീടം നേടിയ ശേഷമാണ് കങ്ങാരുവേട്ടയ്ക്ക് ഇന്ത്യ ഇറങ്ങുന്നത്. കരുത്തരായ ഓസീസിനെ കൊമ്പുകുത്തിക്കണമെങ്കിൽ ഏറ്റവും മികച്ച കളി തന്നെ സൂര്യയ്ക്കും സംഘത്തിനും പുറത്തെടുക്കേണ്ടതായും വരും. ആദ്യ T20യിൽ ഇന്ത്യയുടെ ശക്തമായ പ്ലേയിംഗ് 11-ൽ ആരൊക്കെയാവും ഇടം പിടിക്കുകയെന്ന് നോക്കാം. ഏഷ്യ കപ്പിൽ കണ്ട അതേ കോമ്പിനേഷൻ തന്നെ ഓസ്ട്രേലിയയിലും നമുക്ക് പ്രതീക്ഷിക്കാം. ലൈനപ്പിൽ കാര്യമായ അഴിച്ചുപണികളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഏഷ്യ കപ്പിൽ ടീമിന്റെ ഭാഗമായിരുന്ന സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഇത്തവണ സംഘത്തിലില്ല. പരിക്ക് കാരണമാണ് ഓസീസ് പര്യടനം അദ്ദേഹത്തിന് നഷ്ടമായത്. ഹാർദിക്കിന്റെ അഭാവം മാറ്റി നിർത്തിയാൽ അതേ ടീം തന്നെയാണ് ഓസീസ് മിഷനുമെത്തിയത്. ഓപ്പണിംഗിൽ പതിവ് പോലെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനൊപ്പം T20യിലെ നമ്പർ 1 ബാറ്ററായ അഭിഷേക് ശർമ്മയെ കാണാം. ഏഷ്യ കപ്പിൽ 300-നു മുകളിൽ റൺസ് അടിച്ചുകൂട്ടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായിരുന്നു അഭിഷേക്. എന്നാൽ ഗില്ലിനു ടൂർണമെന്റിൽ കാര്യമായ ഇംപാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് മികച്ച ഇന്നിംഗ്സുകൾ കളിച്ചേ തീരൂ. ഈ പരമ്പരയിലും ഫ്ലോപ്പായാൽ 11-ൽ ഗില്ലിന്റെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെട്ടേക്കും. മൂന്നാമനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ കാണാം. നായകസ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏഷ്യ കപ്പിലും സൂര്യവൻ ദുരന്തമായിരുന്നു. ടീം വിജയങ്ങളുമായി മുന്നേറുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോമിനെതിരെ ഇനിയും ചോദ്യങ്ങൾ ഉയരാത്തത്. എന്നാൽ ഓസ്ട്രേലിയയിൽ ടീമിന് പിഴച്ചാൽ സൂര്യയും കുരുക്കിലാവും. ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിംഗിലും സ്കൈക്ക് ഈ പരമ്പരയിൽ കസറിയേ തീരൂ. സൂര്യ കഴിഞ്ഞാൽ 4ാമൻ തകർപ്പൻ ഫോമിലുള്ള തിലക് വർമ്മയാണ്. അതിനു പിന്നാലെ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ കളിക്കും. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഫൈനലിലടക്കം 5ാമനായി അദ്ദേഹം ചില ഭേദപ്പെട്ട ഇന്നിംഗ്സുകൾ കളിച്ചിരുന്നു. എന്നാൽ ഈ പൊസിഷൻ ഭദ്രമാക്കണമെങ്കിൽ ഓസീസിനെതിരെയും ഈ റോളിൽ സഞ്ജു മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കണം. എല്ലാ കളിയിലും ചിലപ്പോൾ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയേക്കില്ല. എന്നാൽ അവസരം കിട്ടുമ്പോൾ ഇംപാക്റ്റുള്ള ഇന്നിംഗ്സുകൾ സഞ്ജു ഉറപ്പായും കളിക്കുകയും വേണം. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ 6ാം നമ്പറിൽ മറ്റൊരു സീം ബൌളിംഗ് ഓൾറൗണ്ടറായ ശിവം ദുബൈക്കാവും അവസരം കിട്ടുക. ഏകദിന പരമ്പരയിൽ ഫ്ലോപ്പായ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ബെഞ്ചിലായിരിക്കും സ്ഥാനം. സൂപ്പർ ഫിനിഷറായ റിങ്കു സിംഗും അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല. പകരം 7-8 സ്ഥാനങ്ങളിൽ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും കളിക്കുക. ഇത് 8ാം നമ്പർ വരെ ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് ആഴവും നൽകും. 9ാമതായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിക്കാവും നറുക്കുവീഴുക. ഇതോടെ കുൽദീപ് യാദവ് പുറത്താവുകയും ചെയ്യും. പേസ് ബൌളിംഗിന് ചുക്കാൻ പിടിക്കുക ജസ്പ്രീത് ബുംറയാവും. അദ്ദേഹത്തിനു കൂട്ടായി ഹർഷ്ദീപ് സിംഗ്, ഹർഷിത് റാണ എന്നിവരിൽ ഒരാളുണ്ടാവും. സമാപിച്ച ഏകദിന പരമ്പരയിൽ 6 വിക്കറ്റുകളുമായി ഹർഷിത് തിളങ്ങിയിരുന്നു. ഈ കാരണത്താൽ T20യിൽ അദ്ദേഹത്തിന് നറുക്കുവീണാലും അത്ഭുതപ്പെടാനില്ല.